സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മുഴന്തനും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മുഴന്തനും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആ വിണ്ഡൂബി നൽകുമ്പോൾ നല്ലതെല്ലാം മാറിയിടുമേ. അപ്പോസ്തലപ്രവൃത്തി 10:33 ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെത്തുവാനുള്ള ഭക്തി എന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൊടുപ്പുറപ്പിലെ പൂർണ്ണതയുള്ള ഭക്തിയും പൂർണ്ണതയിലെത്താത്ത ഭക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ വെളിപ്പെടുത്തി തരുന്ന ഒരു സംഭവമാണ് കൊർന്നല്യോസ് എന്ന മനുഷ്യന്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നത്. ഭക്തി നല്ലതാണ്, എന്നാൽ ദൈവം തന്റെ ഭക്തനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഭക്തി ഏത് വിധം എന്നത് നാം മനസ്സിലാക്കണം. യഥാർത്ഥ ഭക്തി എപ്പോഴും സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം തന്നെ ഭക്തിയെക്കുറിച്ച് സാക്ഷിച്ചിട്ടുള്ള ഒരുവനാണ് കൊർന്നല്യോസ്. കൊർന്നല്യോസ് ഒരു വിജാതീയനായ, ലോകപ്രകാരം ഒരു നല്ല പദവിയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ വചനം അവനെക്കുറിച്ച് പറഞ്ഞത്, കർത്താവ് അവനെക്കുറിച്ച് സാക്ഷിച്ചത്, അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 10 തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയും. തന്നെ സ്വർഗം പരിചയപ്പെടുത്തുന്നത് തന്റെ 4 യോഗ്യതകൾ വിവരിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്നെ സ്വർഗം മുന്നറിയിപ്പും കൊടുക്കുന്നു. കൊർന്നല്യോസ്, നിന്റെ ഭക്തി നല്ലത് തന്നെ, എന്നാൽ അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. കൊർന്നല്യോസിൽ ഉണ്ടായിരുന്ന ഒരു കുറവിനെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്.
നിന്റെ ഭക്തി പൂർണ്ണതയിലെത്തണം. ആ ഭക്തി പൂർണ്ണതയിൽ എത്തേണ്ടതിന് വേണ്ടി നീ ചിലത് കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നിർദ്ദേശമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദൈവദൂതൻ കൊർന്നല്യോസിന് വിവരിച്ചു കൊടുക്കുന്നത്. രക്ഷയും മാനസാന്തരവും കൂടാതെയുള്ള ഭക്തി, പ്രിയപ്പെട്ടവരെ, അപൂർണമാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയ പ്രധാന കാര്യം നാം വിട്ടുകളയരുത്. യേശുക്രിസ്തുവിനാലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാതെ തന്നെ ഒരു ഭക്തന്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ദൈവ മുൻപാകെ എത്തിക്കുവാനാകും എന്നുള്ളതാണ്. പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തിച്ചവൻ കൊർന്നല്യോസ്. എന്നാൽ അവൻ സ്വർഗത്തിലെത്തണമെന്നില്ല. എന്നാൽ അവൻ സ്വർഗത്തിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ നേരിട്ട് ആഗ്രഹിക്കുന്ന കൊർന്നല്യോസിനെ കുറിച്ച്, കൊർന്നല്യോസ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്റെ ഇരിപ്പിടത്തിൽ എത്തണമെന്നുള്ളത്. അതിന് അവൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുവാനുള്ളവനെ അവൻ കണ്ടെത്തുകയും അവനെ കേൾക്കുകയും അവനിൽ കൂടി കേൾക്കുന്നത് അവൻ അനുസരിക്കുകയും ചെയ്യണമായിരുന്നു. നോക്കൂ, കൊർന്നല്യോസ് ചെയ്യേണ്ടത് എന്ത്? അവന് പറഞ്ഞു കൊടുക്കുവാനുള്ളവനെ അവൻ കേൾക്കുകയും ആ കേൾക്കുന്നത് അവൻ കേട്ട് അത് പിന്നെ അനുസരിക്കാം എന്ന മട്ടിൽ മാറ്റിവെക്കുകയും ചെയ്യാതെ അപ്പോൾ തന്നെ അത് അനുസരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഈ തിരുവചന ചിന്ത നമുക്ക് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരികയാണ്. കൊർന്നല്യോസിനെ കുറിച്ച് ദൂതൻ പറഞ്ഞത് നോക്കൂ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. നീയും ഇങ്ങ് എത്തണം എന്ന ദൂത് കൈമാറുന്ന സ്വർഗത്തിലെ ദൂതൻ. അതിന് നീ പത്രോസിനെ വിളിച്ചു വരുത്തി അവനിൽ നിന്നും സുവിശേഷം കേട്ട് അതനുസരിച്ച് നിന്റെ ഭക്തിയുടെ പൂർണ്ണത കൈവരിക്കുക. ഇതാണ് ദൂതൻ കൊർന്നല്യോസിനോട് പറഞ്ഞത്. പ്രിയരെ, കൊർന്നല്യോസ് സുവിശേഷ സത്യങ്ങൾ കേട്ട് അത് വിശ്വസിക്കേണ്ടിയിരുന്നു. രക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്നവരോടും കൊർന്നല്യോസിനോടും പ്രസംഗിച്ച് കേൾപ്പിച്ചത്. സാധാരണ ഭക്തി, രക്ഷ കൂടാതെയുള്ള ഭക്തി ഒരിക്കലും ആത്മരക്ഷയ്ക്കും ശരീരത്തിന് രൂപാന്തരത്തിനും ഉപകാരപ്പെടുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് കൊർന്നല്യോസിന് ബോധ്യമായത്. ആ കാര്യമാണ് ഈ ഭാഗത്തൂടെ ദൈവം നമുക്കും വ്യക്തമാക്കി തരുന്നത്. ഇത് ദൈവമക്കൾ തിരിച്ചറിയാം. ആത്മരക്ഷ പ്രാപിച്ചവർ അവന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിനുള്ളതും കൂടി കേൾക്കുകയും ഉറപ്പാക്കുകയും വേണം. അപ്പോഴേ സ്വർഗത്തിലെത്തുവാൻ ഉതകുന്ന ഭക്തിയാകും. മതം പഠിപ്പിക്കുന്ന, പാരമ്പര്യം പകരുന്ന ഭക്തി ഒരുവന്റെ ആത്മരക്ഷയ്ക്കും ശരീരരക്ഷയ്ക്കും സഹായകമാകില്ല. അത് പ്രാർത്ഥനയ്ക്കും ദാനധർമ്മങ്ങൾക്കുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുകയും അതൊക്കെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുവാൻ ഉതകുന്നത് മാത്രമാണ്. നോക്കൂ പ്രിയരെ, കൊർന്നല്യോസിന്റെ അനുസരണവും വിധേയത്വവും എത്ര ശ്രേഷ്ഠകരമാണ്. ദൂതൻ പറഞ്ഞത് കേട്ട മാത്രയിൽ കൊർന്നല്യോസ് തന്റെ ബാല്യക്കാരെ വിളിച്ച് പത്രോസിനെ തേടി ചെല്ലുവാനും തന്നെ ക്ഷണിച്ചുകൊണ്ട് വരുവാനുമുള്ള ഏർപ്പാട് ചെയ്തു. താൻ പത്രോസിന്റെ വരവിന് വേണ്ടി തന്റെ വീടൊരുക്കി തന്റെ ചാർച്ചക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി കേൾക്കേണ്ടത് കേൾക്കാൻ അവർ കാത്തിരുന്നു. എന്താ കൊർന്നല്യോസിന് പറയാനുള്ള രക്ഷാദൂത്? ദൂതൻ നേരിട്ട് പറയാതെ പത്രോസിനെ വിളിച്ചു വരുത്തി കൊർന്നല്യോസിനോട് കേൾക്കുവാൻ ആവശ്യപ്പെട്ടത്. ദൂതന് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ദൂത് പറയാൻ അവകാശമില്ല. അത് ദൈവമാക്കി വെച്ചിരിക്കുന്ന ശിഷ്യഗണങ്ങൾക്കുള്ള അധികാരവും നിയോഗവുമാണ്. പ്രിയരെ, നിങ്ങൾക്ക് കേൾക്കാനുള്ളത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പത്രോസുമാർ നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ട്. അത് അവരിൽ നിന്ന് കേട്ട് അനുസരിക്കുവാൻ നിങ്ങൾ
ബാധ്യസ്ഥരാണ്. അവരെ വിളിച്ചു വരുത്തി കേൾക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണെന്ന് അറിയുക. കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ ഭക്തി എങ്ങനെയുള്ളത്? സ്വർഗമറിയുന്ന ഭക്തിക്ക് ഉടമയാകാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേട്ട് മറുപടി തന്നിട്ടുമുണ്ടാകാം, തരുന്നുമുണ്ടാകാം. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ എത്തുന്നുമുണ്ടാകാം. എന്നാൽ നിങ്ങൾ ശരീരത്തോടോ കാഹളധ്വനിയെങ്കിൽ സ്വർഗത്തിലെത്തുമോ എന്ന് ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള അവസാന സമയം ഈ കാലമാണ്. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും സ്വർഗത്തിൽ എത്തിച്ചെങ്കിൽ നിങ്ങളും അങ്ങ് സ്വർഗത്തിൽ എത്തണം. അതിന് എങ്ങനെ സാധിക്കും എന്നത് നിങ്ങൾ ദൈവസഭയിൽ നിന്നും കേൾക്കുക, ദൈവ ഭൃത്യന്മാരിൽ നിന്നും കേൾക്കുക. വിശുദ്ധ ജീവിതം നയിക്കുന്ന സുവിശേഷകന്മാരിൽ നിന്നും കർത്തൃദാസന്മാരിൽ നിന്നും ഒക്കെ കേൾക്കുക. രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം എന്നീ സുവിശേഷ സത്യങ്ങൾ കേട്ട കൊർന്നല്യോസും കുടുംബവും അവിടെ കൂടിയിരുന്ന തൻ്റെ ചാർച്ചക്കാരും ഒക്കെ കേട്ടതനുസരിച്ച് ദൈവത്തെ മാനിച്ച് സ്നേഹിച്ച് അവരുടെ ഭക്തി തികച്ചതുപോലെ പ്രിയരെ ദൈവശബ്ദത്തിനു വേണ്ടി ജീവിതം നയിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ആ വചനം ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേട്ട അങ്ങയുടെ മക്കൾ ഏവരും തങ്ങളുടെ ഭക്തി പൂർണ്ണമാക്കേണ്ടതിന് വേണ്ടിയുള്ളതെല്ലാം തിരുവചന കേൾവിയിൽ കൂടി ഏറ്റെടുത്ത് ചെയ്യുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം എല്ലാവരുടെ മേലും പകരുമാറാകണമേ. പ്രാണപ്രിയന്റെ വരവിൽ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ചേർക്കപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങൾ മുഖാന്തരം ചിലരുടെ ആ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങളെയും സുവിശേഷം പറയാൻ ഉപയോഗിക്കണമേ കർത്താവ്. പ്രാർത്ഥന കേട്ടവൻകൃപയ്ക്കായി സ്തോത്രം. ഇന്നിന്റെ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കണം.